വിളറിയ നിറത്തിൽ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്ത് വരെ വളർത്തി ചുരുണ്ട ചെമ്പൻ മുടിയുമുള്ള ഒരു പെൺകുട്ടി. വെളുത്ത സിൽക്കിൽ ചുവന്ന വലിയ പൂക്കൾ വളർത്തിയ ഒരു ഗൗണാണ് ഇട്ടിരിക്കുന്നത്. എന്നേക്കാളും ഉയരാൻ തോന്നി. അച്ഛൻ അവളോട് എന്തോ പറഞ്ഞു. എനിക്ക് അജ്ഞാതമായിരുന്ന ആ ഭാഷ. അവൾ തലകുലുക്കി. എന്നിട്ട് പതുക്കെ ഉമ്മറക്കോലായിലേക്ക് കയറി അമ്പരപ്പോടെ നിന്നു. വാതിക്കലും ജനാലകളിലും ഉൾക്കണ്ട നിറഞ്ഞ കണ്ണുകൾ കാണാമായിരുന്നു. 6 വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്ന അച്ഛനേക്കാളും അധികം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നത് ആ പെൺകുട്ടിയെയാണ്. കാലത്തിന്റെ കൂടിക്കലർപ്പുകളും ജീവിതത്തിന്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി വായനക്കാരാൽ അത്ഭുതപ്പെടുത്തിയ സാഹിത്യകാരനാണ് MD വാസുദേവൻ നായർ. എഴുതുന്നതെന്തും കവിതയാക്കി മാറ്റുന്ന രചനാ നിപുണത കാലദേശങ്ങൾക്കപ്പുറവും MDയെ വായനക്കാരുടെ സ്വന്തം എഴുത്തുകാരനാക്കി മാറ്റുന്നു. മനസ്സിനെ അമ്പരപ്പിക്കുന്ന ആത്മനമ്പരം കൊണ്ട് പകർത്തെഴുത്തായിരുന്നു MDയുടെ ഓരോ കഥകളും. ഒരു കഥ എഴുതിയപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ എന്ന് ഒരിക്കൽ MD വാസുദേവൻ നായർ പറയുകയുണ്ടായി. ആ കഥ ഏതാണ്? ആ കഥയാണ് നിന്റെ ഓർമ്മയ്ക്ക്. നമുക്ക് ആസ്വദിക്കാം. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ സൗന്ദര്യവും സൗരഭ്യവും. നിന്റെ ഓർമ്മയ്ക്ക്. ഒരു പന്തീരാണ്ടിന് ശേഷം ലീലയെപ്പറ്റി ഞാൻ ഇന്ന് ഓർത്തു. ലീല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം, തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞുകൊള്ളട്ടെ, അവൾ എന്റെ സഹോദരിയാണ്. ഈ വസ്തുത അറിയുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടിയിൽ നിന്നും കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ്. റദ്ദു ചെയ്ത ഷർട്ടും മുണ്ടും പഴയ കടലാസുകളും ഇട്ട് പെട്ടിക്കകത്ത് ഇന്നൊരു പരിശോധന നടത്തി നോക്കുമ്പോഴാണ് ആ പഴയ റബ്ബർ മൂങ്ങ കിടക്കുന്നത്. അതിന്റെ നിറം മങ്ങി, ആകർഷകത്വമില്ലാതായിട്ടുണ്ട്. സ്ഫടികം കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾ മാത്രം മങ്ങിയിട്ടില്ല. ഒരു കാലത്ത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു അതിന്റെ ഉടമസ്ഥനായതിൽ അഭിമാനിച്ചു വളരെ വളരെ കൊതിച്ചു കിട്ടിയതാണ്. അത് സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ സ്വയം ഒന്ന് ഉയർന്നതുപോലെ തോന്നി. കാരണം എന്റെ സഞ്ചിക്കകത്ത് വിലപിടിപ്പുള്ള ഒരു മുതലുണ്ട്. അപ്പുക്കുട്ടന്റെ പളങ്കുടപ്പിയേക്കാളും എംബ്രാൻകുട്ടിയുടെ മൗത്ത് ഓർഗനേക്കാളും ഉന്തിയതാണ് എന്റെ മൂങ്ങ. അതെ, കൊളംബിൽ നിന്ന് കൊണ്ടുവന്നതാണ്. റബ്ബർ മൂങ്ങയ്ക്ക് 2 വിശേഷതകളുണ്ട്. അടിഭാഗത്തെ കുറ്റി അമർത്തിയാൽ അതിന്റെ വയർ തുറക്കും. വയറിനകത്ത് പതുപതുപ്പുള്ള ഒരു കൊച്ചു കുഷ്യന്റെ മുകളിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ കുപ്പി. അതിൽ സെന്റായിരുന്നു. അടപ്പ് തുറന്നാൽ അരിമുല്ലപ്പൂക്കളുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിക്കും. പെൺകുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്നും പിറുപിറുപ്പുകൾ കേൾക്കാം. ആ കുട്ടിയുടെ കയ്യിലാണ്. ആ കുട്ടി ഞാനായതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. എന്നിട്ടും അത് മാപ്ലാസന്റ് ആണെന്ന് പുച്ഛിച്ച് ശങ്കുണ്യമായി ഇടിപ്പയറ്റ് നടത്തിയതിൽ എനിക്കൊന്നും പശ്ചാത്താപം. രണ്ടാമത്തെ പ്രത്യേകത, പിൻവശത്തെ കമ്പികളിളക്കിയാൽ മൂങ്ങ കണ്ണുകളിലുണ്ട്. ഉച്ചസമയത്ത് കുട്ടികളുടെ മുന്നിൽ മൂങ്ങയെ പ്രദർശിപ്പിക്കുമ്പോൾ മായക്കുതിരയുടെ ഉടമസ്ഥനായ രാജകുമാരന്റെ കഥ മുത്തശ്ശി പറഞ്ഞത് എന്റെ മനസ്സിലുണ്ടാവും. ആ മൂങ്ങ എന്റെ ജീവനായിരുന്നു. മറ്റൊരാളെ ഏൽപ്പിക്കാൻ എനിക്ക് മനസ്സ് വരില്ല. അതിന്റെ മെക്കാനിസം അറിയുന്നത് എനിക്ക് മാത്രമല്ലേ. ഞാൻ ആരംഭിച്ചത് ലീലയെ പറ്റിയായിരുന്നു. ഒന്ന് പറയാൻ വിട്ടുപോയി. റബ്ബർ മൂങ്ങ എനിക്ക് സമ്മാനിച്ചത് ലീലയായിരുന്നു. ജീവിതത്തിൽ നിന്നും ചിന്തിയെടുക്കുന്ന ഒരു പഴയ താളാണ്. കുടുക്കുകൾ വേറിട്ട ഒരു മുഷിഞ്ഞ കാലുറ അരയിൽ കുടുക്കി നിർത്തി നടക്കുന്ന കാലം. 10-11 വയസ്സ് പ്രായം കാണും. അമ്മയുടെയും ജ്യേഷ്ഠന്മാരുടെയും അടി മുറയ്ക്ക് വാങ്ങിക്കും. അമ്മാളോമ്മയുടെ മകൻ വാസു വല്ലാത്ത വികൃതിയാണെന്നാണ് പൊതുജനാഭിപ്രായം. അതിന് പ്രചരണം നൽകിയത് അയൽവക്കത്തെ പാറോമ്മയാണ്. ഉച്ചയ്ക്കാർ പതുക്കെ ഞങ്ങളുടെ നടപ്പുരയിലെത്തും. അമ്മയുടെ തലയിൽ നിന്നും പേരെടുത്തുകൊണ്ട് പാറുവമ്മ 4 ന്യായം പറയും. അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇല്ലത്തെ മാളാത്തേലിനെ പറ്റിയോ തെരണ്ടിരിക്കുന്ന കുട്ടിയെ പറ്റിയോ ആയിരിക്കും പറയുന്നത്. എന്നാലും
കേട്ടിരിക്കാൻ രസമുണ്ട്. അതിനിടയ്ക്ക് പാറുമ്മ പറയും, എന്റെ മോൻ ആ ചെല്ലോ നെടുത്തണ്ടൊരു, അതാണ് കുഴപ്പം. അതിന് ഞാൻ കൂട്ടാക്കാത്തപ്പോൾ അമ്മ കൽപ്പിക്കും, അതനുസരിക്കില്ല. പിന്നെയും ശാസിക്കോ, ഞാൻ എന്തെങ്കിലും വികടം പറഞ്ഞു വരും, അപ്പോൾ വീഴും പുറത്തൊന്നു. ഒരു സാധാരണ രംഗമാണ്. അയൽവക്കത്തെ സ്ത്രീകൾക്കിടയിൽ അമ്മ ബഹുമാനത്തിന്റെ പാത്രമായിരുന്നു. കാരണം അമ്മയുടെ കയ്യിൽ നിന്നും പണമോ അരിയോ വായ്പ കിട്ടും. സദ്യക്ക് പോകാനുള്ള പണ്ടും കടം വാങ്ങാനും അമ്മയുടെ സേവ വേണം. മാസം മാസം അമ്മയ്ക്ക് എത്ര പണം വരണേ. അയാൾക്ക് കൊളംബില് എന്ത് വാലില്ലാത്തതേ. അങ്ങനെ പോകുന്നു അഭിപ്രായങ്ങൾ. അച്ഛൻ വളരെ കാലമായി സിലോണിലാണ്. മാസം തോറും ധാരാളം പണം അയക്കും. ഞങ്ങൾ 4 ആൺമക്കളാണ്. സഹോദരിമാർ ആരുമില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു നല്ല ഗുണമാണ്. പാറുമ്മയുടെ അഭിപ്രായത്തിൽ അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സുഹൃതം. അതിന്റെ കാരണം ഞാൻ വിചാരിക്കുന്നത് പാറുമ്മയുടെ വീട്ടിൽ പെരുകി വരുന്ന പെൺപടിയാണ്. ആ അമ്മയ്ക്ക് 5 അവൾക്ക് 7 13 പെണ്ണുങ്ങൾ നിറഞ്ഞൊരു കുടുംബമാണ്. ഒരു പെൺകുട്ടി ഉണ്ടാവാൻ അമ്മയും അച്ഛനും ആഗ്രഹിച്ചു. 3 ആൺമക്കൾക്ക് ശേഷം അമ്മ ഗർഭിണിയായപ്പോൾ കണിയാനും പറഞ്ഞ്, ഇത് പെൺകുട്ടി തന്നെ. എല്ലാവർക്കും സന്തോഷമായി. ചെയ്യാത്ത വഴിപാടുകളും കയറാത്ത അമ്പലങ്ങളുമില്ല. പക്ഷേ പ്രതീക്ഷകളെല്ലാം തട്ടുമാറ്റിക്കൊണ്ട് ഒരു ചാവാളി ചെറുക്കൻ ഭൂജാതനായി വിനയപൂർവ്വം അറിയിച്ചു കൊണ്ടേ. ആ നിർഭാഗ്യവാൻ ഞാനാണ്. എന്റെ സ്ഥാനത്തൊരു പെൺകുഞ്ഞ് പിറക്കാമായിരുന്നു. ദൈവത്തെ ഞാൻ ശപിച്ചത് പിന്നീടാണ്. കുടുക്കില്ലാത്ത മുഷിഞ്ഞ റോസറിട്ട് വികൃതിയായി നടന്നിരുന്ന കാലത്ത് അന്ന് എനിക്ക് അച്ഛനെ ഓർമ്മയില്ല. അച്ഛന്റെ പടം മുറിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ സിലോണിൽ പോയതാണ്. പിന്നെ വന്നിട്ടില്ല. അതിനെപ്പറ്റി സൂചിപ്പിച്ചാൽ ഏട്ടന്മാരെന്നെ കളിയാക്കും. അവരുടെ മുമ്പിൽ ഞാൻ ചൂളിക്കും. അവർ സിലോണിൽ വളരെ കാലം ജീവിച്ചിട്ടുണ്ട്. എന്നേക്കാളും അധികാരപൂർവ്വം അച്ഛനെ പറ്റി സംസാരിക്കുന്നത് അവരാണ്. ഞാൻ അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന കാലത്ത് അമ്മയും മറ്റു സഹോദരന്മാരും നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു. അതിൽ പിന്നെ കൊല്ലത്തിൽ 2-3 മാസം അവധിയിൽ അച്ഛൻ നാട്ടിൽ വരും. അമ്മയുടെ വക എനിക്ക് ധാരാളം അടി വന്ന് ചേരാറും. ഏട്ടന്മാരും ഇടയ്ക്കെല്ലാം ദ്രോഹിക്കും. തനിച്ചിരിക്കുമ്പോൾ എന്റെ ദുരവസ്ഥയെപ്പറ്റി ഞാൻ ഓർത്തു. ഒരു മകളുടെ സ്ഥാനത്ത് വന്ന് പിറന്നത് കൊണ്ടായിരിക്കും, എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അച്ഛൻ നാട്ടിൽ വരാത്തത്. രാത്രി കിടക്കുമ്പോൾ പലതും ആലോചിക്കും. ഓർത്തോർത്ത് അവസാനം അറിയാതെ ചോദിച്ചു, അമ്മേ ഞാനൊരു പെൺകുട്ടി അയച്ചാലോ? മിണ്ടാതെ കിടക്കുക. ഉറക്കം പിടിച്ചു തുടങ്ങി അമ്മ ദേഷ്യം പിടിച്ച് തുടക്കിടുന്നുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവാത്തത് അമ്മയ്ക്കും അച്ഛനും വേദനയുണ്ട്. അതെനിക്കറിയാൻ ചെയ്യും. ഒരു പെങ്ങളുണ്ടാവുക നല്ലൊരു കാര്യമാണ്. എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും ചേട്ടത്തിമാരും അനിയത്തിമാരും ഗോപിയുടെ പുസ്തകങ്ങളെല്ലാം കലണ്ടർ ഏടുകൾ കൊണ്ട് ഭംഗിയിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് ഭാനുചേച്ചിയാണ്. അവന്റെ ഭാനുചേച്ചിയാണ് പുസ്തകങ്ങളിൽ പേരെഴുതി കൊടുക്കുന്നത്. എന്ത് ഭംഗിയുള്ള അക്ഷരങ്ങൾ! കരുണാകരന്റെ മൂത്ത പെങ്ങൾക്ക് കല്യാണമുണ്ടായി. വലിയൊരു മീശയും ഇത്തിരി മാത്രം വലിപ്പവുമുള്ള ഒരു വാച്ചുള്ള ആളാണത്രേ അവന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചത്. അയാളും കൂട്ടുകാരും പന്തലിൽ വന്നു. കയറിയപ്പോൾ കാൽ കഴുകിയത് അവനാണ്. ഉരവയും നാദസ്വരവും ഒക്കെ അന്ന് രാത്രിയിൽ ഞാനും കേൾക്കുകയുണ്ടായി. അതെല്ലാം നല്ലത് തന്നെ. എന്നാലും കാൽ കഴുകി കൊടുക്കുന്ന അത്ര പിടിച്ചില്ല. പിന്നെ അവൻ സ്വകാര്യം പറയുകയാണ്, ഞാൻ എന്താ ഷണ്ണ അയാളെ വിളിക്കുക അളിയാന്ന്. കരുണാകരനും ഗോപിയും ഒക്കെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നി. വീട്ടിൽ കല്യാണം ഉണ്ടാകുന്നത് നല്ലൊരു കാര്യമാണ്. അലങ്കരിച്ച പന്തലും പെട്രോൾ മാക്സ് വിളക്കുകളും ആൾത്തിരക്കും അകത്ത് നിറയെ പെണ്ണുങ്ങളും. ഒന്ന് വിട്ടുപോയി, ഗ്രാമഫോൺ പാട്ടും. എന്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. എനിക്കൊരു പെങ്ങളില്ല. എന്റെ പുസ്തകങ്ങൾക്ക് ഭംഗിയുള്ള പൊതിച്ചിലില്ല. നല്ല അക്ഷരത്തിൽ പേരെഴുതിയിട്ടില്ല. എനിക്ക് ഒരളിയനും ഉണ്ടാവില്ല.
ഉണ്ടായിരുന്നെങ്കിലല്ലേ കരുണാകരന്റെ വീട്ടിലേക്കാളും ഗംഭീരമാകും. അപ്പോൾ കരുണാകരൻ എന്നെ കാണണം. അവന്റെ വീട്ടിലെ കല്യാണം അത്രയൊന്നും നന്നാവില്ല. അല്ലെങ്കിൽ അവൻ എന്ത് കുളൂസ. എന്റെ പുസ്തകങ്ങൾ ഞാൻ തന്നെയാണ് പൊതിയുന്നത്. വൃത്തിയാവില്ല. ഏട്ടന്മാരോട് പറഞ്ഞാൽ വല്ലതുമൊക്കെ പറയും. എതിര് പറഞ്ഞാൽ വികൃതിയാണെന്ന പൊതുജന അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തലക്കിട്ടൊരു മേട്ടോ മറ്റോ സമ്മാനിക്കും. അച്ഛന്റെ കത്തുകൾ മുറക്കി വരാറുണ്ട്. അമ്മ ശ്രദ്ധിച്ചു വായിക്കും. 10ാം ക്ലാസ്സുകാരനായ മൂത്ത ഏട്ടൻ വായിക്കുമ്പോൾ ഒരിക്കൽ കൂടി കേൾക്കുകയും വേണം. കുട്ടികൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അവരുടെ വിവരങ്ങൾ പ്രത്യേകം എഴുതുമല്ലോ. അടങ്ങാത്ത ആവേശത്തോടെ ഞാനതെല്ലാം കേൾക്കും. കുട്ടികൾ എന്ന് പറയുന്നതിൽ ഞാനും അടങ്ങിയിട്ടുണ്ട്. 300 പണം നാഴികയ്ക്കപ്പുറത്ത് ജോലി ചെയ്യുന്ന അച്ഛനെ പറ്റി ഞാൻ ഓർക്കും. അദ്ദേഹത്തിന് ഒരു കമ്പനിയിലാണ് അത് ജോലി ചെയ്യുന്നത്. ഏട്ടന്മാരെല്ലാം അച്ഛന്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. സിലോണിനെ പറ്റി പറയുന്നതെന്നും ഞാൻ ശ്രദ്ധ വെച്ചില്ല. എവിടെ വെച്ചായാലും അവിടുത്തെ ആളുകൾ പറയുന്നത് നമുക്ക് തിരിയില്ല. കാരണം അവർ സംസാരിക്കുന്ന മറ്റേത് ഭാഷയിലാണ്. അവിടുത്തെ ആളുകൾ ഭയങ്കരന്മാരാണ്. കുഞ്ഞുങ്ങളെ റൂട്ടിലും മറ്റും കണ്ടാൽ അരയിൽ നിന്നും കത്തി ഊരിയെടുത്ത് കഴുത്ത് മുറിച്ച് കളയുമെന്നാണ് ബാലേട്ടൻ പറയുന്നത്. അത്തരമൊരു സംഭവം സ്വന്തം കണ്ടുകൊണ്ട് കണ്ടയാളാണ് വലിയേട്ടൻ. അതറിഞ്ഞപ്പോൾ ഭയം തോന്നി. ഈ ക്രൂരന്മാരുടെ ഇടയിലാണ് അച്ഛൻ ജീവിക്കുന്നത്. ഈശ്വര, കുട്ടികളെ മാത്രമേ കൊല്ലുള്ളൂ അല്ലേ? പണം കിട്ടാൻ ആരെയും കൊല്ലും. ഇത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു നടുക്കം. പുറത്ത് കാട്ടില്ല. എന്റെ ഈശ്വര, അച്ഛന്റെ കൈവശം ധാരാളം പണമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ആ ഇടയ്ക്കാണ് കമ്പി കിട്ടിയത്. അച്ഛൻ നാട്ടിലേക്ക് പുറപ്പെടുന്നുവെന്ന്. എവിടെയൊക്കെയോ യുദ്ധം നടക്കുന്ന കാലമാണ്. അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അതാണ് അച്ഛൻ പെട്ടെന്ന് പുറപ്പെടാൻ കാരണം. കടലാസ് വായിക്കാറുള്ള വെള്ളിയേട്ടന് യുദ്ധത്തിനെ സംബന്ധിച്ചെല്ലാം അറിയാം. വീട്ടിലെ അന്തരീക്ഷത്തിൽ അത് ചലനങ്ങൾ നിർമ്മിച്ചു. അച്ഛൻ വരാം. 6 കൊല്ലത്തിന് ശേഷം എനിക്ക് അച്ഛനെ കാണാം. കൊളംബിയിൽ നിന്ന് ഇവിടെ എത്താൻ എത്ര ദിവസം വേണം? ഞാൻ അന്വേഷിച്ചു. 3 മണിക്കൂർ കപ്പലിലിരിക്കണം. 2 ദിവസം വണ്ടിയിലും. കപ്പൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനമാണെന്ന് 5ാം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം എനിക്ക് ഭയമാണ്. ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ തോണിയിൽ ഇരിക്കാറുണ്ട്. പേടിച്ചു വിറച്ചായിരിക്കും ഞാൻ തോണിയിൽ കടക്കുന്നത്. മറിയുമോ എന്ന ഭയം. തോണി പുഴയിലാണ്, കപ്പൽ കടലിലും. കടലിൽ കൂറ്റൻ തിരമാലകളുണ്ടാവും. കപ്പലും മറിയാറുണ്ടോ? അച്ഛൻ വേഗം വരണേ. അമ്മയുടെ കണക്ക് പ്രകാരം തിങ്കളാഴ്ച അച്ഛൻ എത്തുമെന്നാണ് വിശ്വസിക്കേണ്ടത്. സ്കൂൾ ഉണ്ടായിരുന്നുവെങ്കിലും പോകുന്നില്ലെന്ന് വെച്ച് ചേട്ടന്മാരും പോയില്ല. എല്ലാവർക്കും അമ്മ ലീവ് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഉറക്കം വരുന്നതുവരെ പടിക്കിലേക്ക് നോക്കിയിരുന്നു. കാണുന്നില്ല. അടുത്ത പ്രഭാതത്തിൽ അച്ഛൻ വന്നു കയറി. പത്തായപ്പുരയുടെ മുകളിൽ നിന്നും ബാലേട്ടനാണ് കണ്ടത്. വയൽവരമ്പിലൂടെ അച്ഛൻ വരുന്നു. പിന്നീട് വലിയ പെട്ടികളും മറ്റും ചുമന്ന് 3 കൂലിക്കാരും. കോലായിൽ കയറിയ ഉടനെ അച്ഛൻ എന്നെ വാരിയെടുത്തു. ഒരു കാര്യം ഉറപ്പാണ്, ഏട്ടന്മാരുടെ മുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ ഉയർന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ്. അടുത്തത് അവരുടെ ഊഴമായിരുന്നു. അച്ഛൻ ഓരോരുത്തരെയും തൊട്ടു തടവി. ട്രൗസർ ഒഴിച്ചു കയറ്റിക്കൊണ്ട് അല്പം നാണിച്ചു നിൽക്കുന്ന ഞാൻ അച്ഛനെ നല്ലപോലെ കണ്ടു. ഫോട്ടോയിൽ കാണുന്നതിലും അധികം കറുത്തിട്ടാണ്. തടിയും കൂടുതലുണ്ട്. അരികിയ ചിത്രപ്പണികളുള്ള നീണ്ട സാൽവ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നു. അതിലിടയ്ക്കാണ് ഞാൻ മറ്റൊരു അത്ഭുതം കണ്ടത്. അച്ഛന്റെ പിറകിൽ മറ്റൊരു പെൺകുട്ടി. വിളറിയ നിറത്തിൽ വട്ടമുഖവും വിളർന്ന കണ്ണുകളും കഴുത്തുവരെ വളർത്തി ചുരുണ്ട ചെമ്പൻ മുടിയുമുള്ള ഒരു പെൺകുട്ടി. വെളുത്ത സിൽക്കിൽ ചുവന്ന വലിയ പൂക്കൾ വളർത്തിയ ഒരു ഗൗണാണ് ഇട്ടിട്ടുള്ളത്. എന്നേക്കാളും ഉയരം കാണും. അച്ഛൻ അവളോട് എന്തോ പറഞ്ഞു. എനിക്ക് അജ്ഞാതമായിരുന്ന ആ ഭാഷ. അവൾ തലകുലുക്കി. എന്നിട്ട് പതുക്കെ ഉമ്മറക്കോലായിലേക്ക് കയറി അമ്പരപ്പോടെ നിന്നു. വാതിക്കലും ജനാലകളിലും ഉത്കണ്ഠ നിറഞ്ഞ കണ്ണുകൾ കാണാമായിരുന്നു. 6 വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്ന അച്ഛനേക്കാളും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നത് ആ പെൺകുട്ടിയാണ്. കൂലിക്കാർ പെട്ടിയും സാധനങ്ങളും താഴെ ഇറക്കി. പടുകൂറ്റൻ പെട്ടികൾ, കൂട്ടത്തിൽ ഇളം നീല തുണി കൊണ്ടുള്ള കുപ്പായമിട്ട ഒരു തോൽപ്പെട്ടിയും.
അത് നിലത്ത് വെച്ചപ്പോൾ ആ പെൺകുട്ടി പതുക്കെ അതൊരരികിലേക്ക് മാറ്റിവെച്ചു. ഉമ്മറത്തേക്ക് ചായ എത്തി. അകത്തു നിന്നും കുക്കിക്കുരച്ചുകൊണ്ട് മുത്തശ്ശി ഉമ്മറത്ത് വന്നു. പെലച്ച വണ്ടിക്ക് വന്ന്, അതെ, എന്ത് തിരക്ക, സെക്കൻഡ് ക്ലാസ്സിലിരിക്കാൻ കൂടി സ്ഥലമില്ല അച്ഛ, കണ്ണ് തിരുമിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. വല്ലാത്ത കാലം. പണ്ടൊക്കെ ആളൊക്കെ കാശിക്ക് കൂടി പിറന്നിട്ടാ പോവാ. മുഴുവൻ സിലോണിൽ നിന്നും വരുന്നവരാണ്. അവിടെ ബോംബിട്ടപ്പോൾ ഒഴിച്ചു പോരുന്നവരാ. മുത്തശ്ശി ഇടയ്ക്കിടെ ചുവരും ചാരി നിൽക്കുന്ന ആ പെൺകുട്ടിയെ ഒന്ന് നോക്കും. അവളാകട്ടെ ഭൂഗർഭത്തിൽ നിന്ന് ആദ്യമായി പകൽ വെളിച്ചത്തിലേക്ക് കയറി വന്ന ഒരു അത്ഭുത ജീവിയെ പോലെ നിൽക്കുന്നു. അമ്മ ഇനിയും ഉമ്മറത്തേക്ക് വന്നിട്ടില്ല. അമ്മയെ വിളിച്ചാലോ എന്ന് തോന്നി. 6 കൊല്ലത്തിന് ശേഷം അച്ഛൻ വന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പുറത്തു വന്നുകൂടെ? ഗൃഹാന്തരീക്ഷത്തിലെ അർത്ഥഗർഭമായ ഒരു മൂകതയാണ് തങ്ങി നിൽക്കുന്നത്. എനിക്കതിന്റെ കാര്യം മനസ്സിലായി. മുത്തശ്ശിയോടെന്ന മട്ടിൽ അച്ഛൻ ജോലി സ്ഥലത്ത് ബോംബിട്ട വിവരവും മറ്റും എല്ലാവർക്കും അറിയാനായി വിവരിച്ചു. അച്ഛൻ താമസിക്കുന്ന തെരുവിന്റെ ഒരറ്റത്തും ബോംബ് വീണു അത്രേ. ഒരു വലിയ തുണിച്ചരക്ക് പീടിയെ മുഴുവൻ കത്തി നശിച്ചു. കെട്ടിടങ്ങൾ പലതും നിലം പറ്റി. പലരും മരിച്ചു. മരിച്ചവരുടെ കൂട്ടത്തിൽ അച്ഛന്റെ ഒരു സ്നേഹിതനും പെട്ടിരുന്നു. അയാൾ സിംഹാളിയാണ്. അയാളുടെ മകളാണ് അച്ഛന്റെ കൂടെയുള്ളത്, ലീല. ലീലയ്ക്ക് സ്വന്തമായി മറ്റാരുമില്ല. അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു. അച്ഛൻ ബോംബ് വീണപ്പോൾ ഇനിയും അവിടെ ബോംബിട്ടേക്കാം. അപ്പോൾ അവളെ രക്ഷിക്കാൻ കൂടെ കൊണ്ടുവരികയെ നിവർത്തിയുള്ളൂ. ഞാനും അച്ഛനും അമ്മയും ഇല്ലാത്ത ആ കുഞ്ഞിനെ നോക്കി എനിക്കപ്പോൾ വേദന തോന്നി. പാവം, അവളെ കാണാൻ ചന്തമുണ്ട്. എന്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെക്കാളും ചന്തമുണ്ട്. തീർച്ച. മുത്തശ്ശി അവളെ അകത്തേക്ക് വിളിച്ചു. അവൾക്കത് കേട്ട ഭാവമില്ല. അടുത്ത് ചെന്ന് കൈ പിടിച്ചപ്പോൾ അവൾ ഒരൊറ്റ ചീറ്റൽ, തുടർന്നൊരു വിളിയും, ഡാഡി. അച്ഛന്റെ സമീപത്ത് വന്ന് മുത്തശ്ശിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ കുലുകുലുവെന്ന് എന്തൊക്കെയോ പറഞ്ഞു. അതെനിക്ക് രസിച്ചില്ല. സംസാരമല്ല, തൊട്ടുള്ള ആ നിൽപ്പ്. അന്ന് രാത്രി അച്ഛനും അമ്മയും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടു നിന്ന വാദപ്രതിവാദമായിരുന്നു. എന്തിനാണ് അമ്മ അച്ഛനോട് കയർക്കുന്നത്? ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വീടിനകത്ത് അന്തരീക്ഷം സുഖകരമായിരുന്നില്ല. കുശുകുശുപ്പുകൾ അവിടെ പൊങ്ങുന്നു. അമ്മയെ കിളപ്പിക്കരുതെന്ന് അവർക്കെല്ലാം ഉണ്ട്. കുഴപ്പം മുഴുവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോഴും ആ പെൺകുട്ടിയെ കൊണ്ടാണ്. അയൽവക്കത്തെ പാറോമയോട് ചെറിയമ്മ പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ്, കണ്ടാൽ അറിഞ്ഞൂടെ, പിന്നില്ലാണ്ടോ, ഏട്ടത്തി കേക്കണ്ട, ഇതാത്രേ മൂത്ത മകള്. കാര്യം ഏറെക്കുറെ എനിക്ക് മനസ്സിലായി. വീടിനകത്തെ പിറുവിറുപ്പുകളെല്ലാം അടങ്ങുന്ന വിഷയം ഒന്നാണ്. ലീല അച്ഛന്റെ മകളാണ്. അച്ഛന്റെ മകൾ അപ്പോൾ എന്റെ പെങ്ങളുമാണ്. ഞാൻ ഇത്ര നാളും വിചാരിച്ചത് തെറ്റാണ്. എനിക്കും ഒരു പെങ്ങളുണ്ട്. അതൊരു കാര്യമാണെന്നാണ് എന്റെ വിശ്വാസം. എന്നിട്ടും ഇവരെല്ലാം എന്തിനാണ് മുറുമുറുക്കുന്നത്? അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ആ തറയ്ക്കുന്ന നോട്ടം. എന്നാലും എനിക്കതിൽ പ്രതിഷേധമില്ല. അവൾ എന്റെ പെങ്ങളല്ലേ. അവൾ എന്റെ അനുജത്തിയോ ജ്യേഷ്ഠത്തെയോ പറയാൻ വിഷമമുണ്ട്. അച്ഛനോട് ചോദിക്കാൻ അറിയാം, പക്ഷെ ചോദിക്കാൻ വയ്യ. അനിയത്തിയാവാനേ തരമുള്ളൂ. എന്റെ ഭാഷ അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ അനിയത്തിയെന്നേ വിളിക്കും. അനിയത്തിയുമായി അടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലിച്ചില്ല. അവൾ ഞങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ്. അച്ഛനോട് മാത്രമേ സംസാരിക്കൂ. എപ്പോഴും അവൾ ഡാഡി മതി. ഡാഡി എന്നാൽ അച്ഛ എന്നാണ് അർത്ഥമെന്ന് വല്യേട്ടൻ പറഞ്ഞു. വല്യേട്ടൻ ഇംഗ്ലീഷ് അറിയാം. പകൽ മുഴുവൻ അവൾ ആ തോൽപ്പെട്ടിയുടെ പുറത്ത് കഴിച്ചു കൂട്ടും. താക്കോൽ കൂട്ടം എപ്പോഴും ചൂണ്ടാണി വിരലിൽ ചുഴറ്റുന്നുണ്ടാവും. പെട്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ ഈറ്റുപാമ്പിനെ പോലെ അവൾ ചീറ്റി നിൽക്കും. ആ പെട്ടി നിറയെ ഉടുപ്പുകളാണ്. ഭംഗിയുള്ള തുണികൾ കൊണ്ടുള്ള ഉടുപ്പുകൾ. തുറന്നാൽ കൂറ ഗുളികയുടെ മണവും ഉണ്ടാവും. സുഖകരമായ മറ്റേതോ സുഗന്ധവും. 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ആ റബ്ബർ മൂങ്ങ കാണുന്നത്. അവൾ പെട്ടി തുറന്നപ്പോൾ ഞാൻ പിന്നിൽ നിന്നും പതുക്കെ എത്തി നോക്കി. അപ്പോഴാണ് കണ്ടത് ഉടുപ്പുകൾക്കിടയിൽ ഭംഗിയുള്ള ഒരു റബ്ബർ മൂങ്ങ. അതെന്താ? ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല. അവൾ കണ്ണുകൾ ചുളിച്ച് നിസ്സാര ഭാവത്തിൽ എന്നെ നോക്കി. ഞാൻ പറഞ്ഞത് മനസ്സിലായിരിക്കില്ല. അതെ, ആ കാണുന്നത് അവൾ ചൂണ്ടിക്കാണിച്ചു. അവൾ റബ്ബർ മൂങ്ങ പുറത്തെടുത്തു.
അതിന്റെ ഭംഗി സ്വയം ഒന്ന് ആസ്വദിച്ച ശേഷം അവൾ എന്നെ ഒന്ന് നോക്കി. അവളുടെ നേർത്ത വിരലുകൾ അതിന്റെ പിന്നിൽ ചലിച്ചു. മൂങ്ങയുടെ നീല കണ്ണുകൾ ഇളകുന്നു. ഒന്ന് നോക്കട്ടെ, ഞാൻ ലജ്ജയോടെ പറഞ്ഞു. ആരെങ്കിലും കേട്ടാൽ കളിയാക്കുമോ എന്ന് ഭയമുണ്ട്. വീണ്ടും നിസ്സാര ഭാവത്തിൽ അവൾ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പതുക്കെ ഈ റബ്ബർ മൂങ്ങ പെട്ടിക്കടിയിൽ വെച്ച് ഭദ്രമായി പൊട്ടി. ഞാൻ എലുപ്യനായി. എന്റെ അച്ഛന്റെ മകളാണെങ്കിലും അവൾ തണ്ടുകാരിയാണ് തീർച്ച. എനിക്ക് ആ റബ്ബർ മൂങ്ങയിൽ കമ്പം പിടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാണാം. അല്ലെങ്കിൽ ഇടയ്ക്കിടെ പെട്ടി തുറന്ന് അത് പുറത്ത് കാണിച്ച് എന്നെ കൊതിപിടിപ്പിക്കുന്നത് എന്തിനാണ്? അവളുടെ പത്രാസ് എനിക്ക് കേൾക്കണ്ട. അച്ഛനോട് പറഞ്ഞാൽ എനിക്കും അതുപോലൊന്നും വാങ്ങിത്തരാതിരിക്കില്ല. ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ക്ലാസ്സിൽ കൊണ്ടുപോയി കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് കണ്ണുകൾ ഇളക്കാം, വയർ തുറക്കാം. അച്ഛനോട് പറഞ്ഞാലോ? അച്ഛന്റെ അടുത്ത് പോകാൻ എനിക്കിത്തിരി വിഷമമുണ്ടായിരുന്നു. കാരണമൊന്നുമില്ല. അവളെപ്പോഴും ഡാഡി എന്ന് വിളിച്ചോടിച്ചെന്ന് മടിയിൽ കയറിയിരിക്കാൻ കരളുറപ്പില്ല. അച്ഛൻ അധികം സംസാരിക്കാറില്ല. ദൂരെ നിന്ന് അച്ഛൻ ചാരുകസേരയിൽ കിടക്കുമ്പോൾ ഞാൻ കണ്ണോടിക്കും. തടിച്ച പ്രേമുള്ള കണ്ണട മുഖം തിരിക്കുമ്പോൾ പ്രകാശിക്കുന്നത് കാണാൻ രസമുണ്ട്. ഒരിക്കൽ ധൈര്യം അവലംബിച്ച് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ലീലയുടെ മുമ്പിൽ മോശക്കാരനാവാൻ പാടില്ലല്ലോ. അടുത്ത് ചെന്ന് നിന്നപ്പോൾ അച്ഛൻ ചോദിച്ചു. മുഖമേരത്തേപ്പുള്ള കണ്ണട പ്രകാശിച്ചു. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ കുട്ടിത്തല തടവിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു, സ്കൂളിൽ പോണില്ലേ? പിന്നെ ഒന്നും ചോദിച്ചില്ല. ഒന്നും പറയാനും സാധിച്ചതുമില്ല. റബ്ബർ മൂങ്ങ ഇല്ലെങ്കിൽ പോട്ടെ, ക്ലാസ്സിൽ കുട്ടികൾ വെറുതെ എന്നെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ്? അച്ഛൻ വന്നതും കൂടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതും നാട്ടുകാർ എത്ര വേഗമാണ് അറിയുന്നത്. എന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി വന്ന് കയറിയത് കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തത് ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനുവിനാണ്. ഞാൻ കേൾക്കെ അവൾ പറയുകയാണ്, ഈ കുട്ടിയുടെ അച്ഛൻ വന്നപ്പോൾ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന്? കൂടെയുള്ള വെളുത്തെടുത്ത് നാണി ചോദിച്ചു. കൊളംബിന്ന്. പിന്നെ അമ്മ പറയുക, ഈ കുട്ടിയുടെ അച്ഛന് അവിടെ ചെട്ടിച്ചിയും മക്കളുണ്ടത്രേ. എന്നൊരാട്ട് കൊടുത്ത് ആ കുടിച്ചി പെണ്ണിന്റെ ചെകിട്ടത്തൊന്ന് ചാർത്താനാണ് തോന്നിയത്. പക്ഷെ ചെയ്തില്ല. അവൾ എനിക്ക് അണ്ടിപ്പരിപ്പ് തന്നിട്ടുണ്ട്. എന്നാലും അവൾ പറഞ്ഞത് അക്രമമാണ്. എന്റെ അച്ഛനെ പറ്റിയാണ്. അച്ഛന് കൊളംബിയിൽ. അത് നുണയാണ്. അവളുടെ അമ്മയ്ക്കാണല്ലോ കമ്പി. അവളുടെ അമ്മയും മുത്തശ്ശിയുമെല്ലാം ഒന്നാന്തരം നുണച്ചുകളാണ്. അതെന്നെ വിഷമിപ്പിച്ചു. സംശയം തീർക്കാൻ വൈകുന്നേരം കുളത്തിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനു പറയുക, അച്ഛന് കൊളംബിയിൽ ചെട്ടിച്ചിയും മക്കളും ഉണ്ടത്രേ. ജാനുവിനെ സമ്മാനിക്കാൻ ഞാൻ കരുതിയ അടി എനിക്കാണ് കൊണ്ടത്. നിന്റെ തന്തയോട് തന്നെ ചോദിക്കണം. ഈ വക കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശ്രദ്ധിക്കില്ലെന്ന് നിശ്ചയിച്ചു. ആരോടും ചോദിക്കുകയുമില്ല. അച്ഛൻ വന്നതിന്റെ 6-ാം ദിവസം രാത്രിയിലാണ് അത് സംഭവിച്ചത്. അച്ഛൻ കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഞാനും കിടക്കുന്നത്. ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ ചെന്നപ്പോൾ അച്ഛൻ ശരീരത്തിൽ ചേർന്നുകൊണ്ട് ലീല സംസാരിക്കുന്നുണ്ട്. മുറിക്കകത്തുനിന്ന് ചുരുട്ടിന്റെ രൂക്ഷമായ മണം പൂക്കുന്നുണ്ട്. ഞാൻ അത് കാണുന്നില്ലെന്ന് നടിച്ചു. അച്ഛന്റെ തൊട്ടടുത്ത് നിന്നും ഒരിക്കലും ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് അസൂയ തോന്നി. ഞാൻ വളരെ മോശക്കാരനാണെന്ന് എനിക്ക് ബോധ്യമായി. വാസന പ്രസരിക്കുന്ന ഭംഗിയുള്ള ഉടുപ്പുകളും റബ്ബർ ഭൂങ്ങയും കാണാൻ ചന്തമുള്ള മുഖവും എനിക്കില്ല. എന്റെ കുടുക്കുകൾ പൊട്ടി ട്രൗസറിൽ മിക്കപ്പോഴും ചേറും ചെളിയുമാവും. അതുകൊണ്ടാവുമോ അച്ഛൻ അടുത്ത് നിർത്തി സംസാരിക്കാത്തത്? എനിക്ക് കരയാൻ തോന്നി. കോസറിയിൽ മുഖമമർത്തിക്കൊണ്ട് ഞാൻ അനങ്ങാതെ കിടന്നു. വാസു, അച്ഛൻ വിളിച്ചു. വന്നാ, ഇങ്ങോട്ട് വാ. ഞാൻ പതുക്കെ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. അച്ഛന്റെ ചുമലിൽ തിരികെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലീലയുടെ നേരെ നോക്കാൻ ധൈര്യപ്പെട്ടില്ല. വാ മോനെ. അച്ഛൻ എന്നെ ദേഹത്തോടടുപ്പിച്ചു. എന്റെ കുറ്റിത്തലയിൽ തടവിക്കൊണ്ട് അച്ഛൻ ലീലയോട് എന്തോ പറഞ്ഞു. ആ ഭാഷ എനിക്കിന്നും അജ്ഞാതമാണ്. പക്ഷേ അതിന്റെ അർത്ഥം ഇന്നെനിക്കറിയാം. മോളെ, ഇത് നിന്റെ സഹോദരനാണ്. വേദനയോടാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് കുടുംബത്തിനകത്തൊരു ചുഴലിക്കാറ്റ് വീശി. കഴിഞ്ഞ 6 ദിവസങ്ങളായി അത് രൂപമെടുത്തു വരികയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാരംഭിച്ചു. വീട്ടുകാരും അതിലിടപെട്ടില്ല. വാക്കുകളുടെ മൂർച്ചയും ശോഭവും പെരുകി വന്നു. അച്ഛൻ
അച്ഛൻ കഴിയുന്നിടത്തോളം ശാന്തനാകാൻ ശ്രമിച്ചു. നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. എനിക്ക് കേൾക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലാവണോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മാധവൻ എനിക്കെല്ലാം എഴുതിയിട്ടുണ്ട്. മാധവൻ ആരാണെന്ന് എനിക്കറിയാം. അച്ഛന്റെ ജോലി സ്ഥലത്തിനടുത്താണ് മാധവാമ്മ നിൽക്കുന്നത്. അമ്മയുടെ ആങ്ങളെയാണ്. പിന്നെ അച്ഛൻ വാദിച്ചില്ല. അമ്മ പറഞ്ഞു കയറി. തീ പിടിച്ച വാക്കുകൾ. ഞാൻ മുഖം അമർത്തിക്കിടന്നു. ഹൃദയം വിങ്ങുകയായിരുന്നു. ഞാൻ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു, ഭഗവതി ഒന്നും ഉണ്ടാവല്ലേ. മേശപ്പുറത്ത് കുപ്പി ഗ്ലാസുകൾ തകർന്നുടഞ്ഞു. ഞാൻ ചെവി പൊത്തി. തലയിണയിലേക്ക് കണ്ണുനീർ തുള്ളികൾ ഉരുണ്ടു വീണു. ഈശ്വര. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കൂണിപ്പടിയിറങ്ങി പോകുന്നതും കണ്ടു. അമർത്തിപ്പിടിച്ച തേങ്ങലുകൾ. അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നപ്പോൾ കണ്ടത് അച്ഛനും ലീലയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുകയാണ്. കോലാൽ പെട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ എങ്ങോട്ടാ പോണത്? ഞാൻ ഏട്ടനോട് പതുക്കെ ചോദിച്ചു. ഏട്ടൻ അരിശത്തോടെ പറഞ്ഞു, ആവോ. അപ്പോൾ വേദനയോടെ ഞാൻ വിചാരിച്ചു, ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ? അച്ഛൻ ആദ്യം മുത്തശ്ശിയോടെ യാത്ര പറഞ്ഞു, പിന്നെ ഞങ്ങളോടും. ഏട്ടനും ബാലേട്ടനും കണ്ണു തുടച്ചു. അച്ഛൻ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. മുറ്റത്തിറങ്ങി